ഇത് എണ്ണയെന്ന് തോന്നുന്നുണ്ടോ? മന കണ്ടിട്ട് എണ്ണ അല്ല കേട്ടോ, ഇത് എഗ് വൈറ്റ് ആണ്. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇന്നത്തെ വീഡിയോ കിടക്കാം കേട്ടോ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഒരു കുളിസീനാണ്. എന്താണെന്ന് മനസ്സിലായോ? അപ്പോൾ ഇന്ന് എൻ്റെ ബാത്ത് റൊട്ടീനാണ് കേട്ടോ കാണാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് കുളിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. വീക്കിലി ഞാനൊരു 2-3 തവണ മാത്രമേ തല കഴുകാറുള്ളൂ കേട്ടോ. തല കഴുകുമ്പോൾ അത്യാവശ്യം വിശാലമായിട്ടാണ് ഞാൻ കുളിക്കാറ്. ഒരുപാട് ടൈം എടുക്കും. അപ്പോൾ ഇന്നും ഞാൻ കുളിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ അതിന് മുന്നേ ഞാൻ ഒരു തലമുടി എൻ്റെ ഹെയർ കെയർ പോലെ ഞാൻ ചെയ്യുന്ന ഒരു കാര്യം. ഇപ്പോൾ ഞാനൊരു ബൗൾ ഇവിടെ എടുത്തിട്ടുണ്ട്. അതിന് മുന്നേ വേറൊരു സാധനം കാണിച്ചു തരാം. ഇത് എണ്ണയെന്ന് തോന്നുന്നുണ്ടോ? മന കണ്ടിട്ട് എണ്ണ അല്ല കേട്ടോ, ഇത് എഗ് വൈറ്റ് ആണ്. എഗ് വൈറ്റ് ഞാൻ ബോട്ടിലാക്കി വെച്ചേക്കുന്നതാണ്. പേടിക്കണ്ട, മുന്നത്തെ എഗ് വൈറ്റ് ഒന്നും അല്ല. ഇത് അനിയന് ബേക്കറി ഷോപ്പുണ്ട് കേട്ടോ. അവിടെ മൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എഗ്ഗിൻ്റെ യോക്കാണ് അവർക്ക് ആവശ്യം, എഗ് വൈറ്റ് ആവശ്യമില്ല. അപ്പോൾ അവ എനിക്കിങ്ങനെ കുപ്പിയിലാക്കിയിട്ട് ഇങ്ങനെ തരും കേട്ടോ. അപ്പം അടിപൊളി സാധനമാണ്, പ്രോട്ടീൻ റിച്ച് ആണ്. എഗ് വൈറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ തലമുടി വളരാൻ വേണ്ടിയിട്ടൊക്കെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു സാധനം കേട്ടോ. നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും തലമുടി ഹെയർ ഗ്രോത്തിനൊക്കെ. അപ്പോൾ ഞാനിപ്പോൾ കുറേ ദിവസമായിട്ട് ഇത് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് എഗ് വൈറ്റ് എടുക്കാം കേട്ടോ. എഗ് വൈറ്റ് കുറച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ, എഗ് വൈറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ അടുത്ത സാധനം എന്താണെന്ന് വെച്ചാൽ, അടുത്ത ഹെയർ ഒന്ന് നല്ലതായിട്ട് സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന, നല്ല ഹെയർ ഗ്രോത്ത് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇവിയോൺ എന്ന് പറയുമ്പോൾ കേട്ടോ. ഈ നമ്മുടെ വിറ്റാമിൻ ഇ ക്യാപ്സൂൾ, അത് ഞാൻ 2 പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. ഓയിൽ കാര്യങ്ങളൊന്നും ഞാൻ ഹെയർ യൂസ് ചെയ്യാറില്ല. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ഓയിലി എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിയോൺ കേട്ടോ. അപ്പോൾ ഞാൻ ഇത് 2 ഞാനിത് പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. മിക്സ് ചെയ്യാം. അപ്പം ഞാൻ നമ്മുടെ എഗ് വൈറ്റ് നന്നായിട്ട് തലയിൽ മസാജ് ചെയ്ത് പിടിപ്പിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഓയിൽ യൂസ് ചെയ്തിട്ട് തന്നെ പിന്നെ വിറ്റാമിൻ ഇയുടെ ആ ഒരു ഇതാട്ടോ എൻ്റെ തലയിൽ കൂടുതലും അങ്ങനെ വെളിച്ചെണ്ണ എനിക്ക് ഒട്ടും പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ എഗ് വൈറ്റാണ് വീക്കിലി ഇങ്ങനെ ഒരു 2-3 തവണ ഇങ്ങനെ ഇടുന്നത്. എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് അതിന് അടുത്ത് ഒരു ഫേസ് പാക്ക് പോലെ അടുത്തിടാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തേക്കുന്ന എഗ് വൈറ്റ് തന്നെയാണ്. എഗ് വൈറ്റും പ്ലസ് അരിപ്പൊടി കേട്ടോ. എഗ് വൈറ്റും അരിപ്പൊടിയും ഭയങ്കര നല്ല സാധനമാണ്. നമ്മുടെ സ്കിന്ന് ഒക്കെ അടിപൊളിയാക്കാൻ വേണ്ടിയിട്ടും സ്കിന്നൊന്ന് ആൻറ്റി ഏജിങ്ങിനും ഒക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. എഗ് വൈറ്റ് ആണെങ്കിൽ അരിപ്പൊടി ആണെങ്കിലും അടിപൊളി സാധനമാണ്. നിങ്ങൾ ഡെയിലി ഒന്ന് രാത്രിയിൽ ഈ ഒരു എഗ് വൈറ്റും റൈസ് പൗഡറും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 15 മിനിറ്റ് കേട്ടോ, 15 മിനിറ്റ് അപ്ലൈ ചെയ്ത് കടന്നാൽ ചുളിവുകളും ബാക്കി കാര്യങ്ങളൊക്കെ ആൻറ്റി ഏജിങ്ങിനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് നമ്മുടെ ഈ അരിപ്പൊടിയും എഗ് വൈറ്റും എന്ന് പറയുന്നത്. അപ്പം ഞാൻ അതാട്ടോ ഇട്ട് കൊടുക്കുന്നത്. എല്ലാം കൂടി എന്തായാലും നമ്മളൊന്ന് കുളിക്കാൻ നനയ്ക്കാൻ പോയല്ലേ, ഒരു അടിപൊളി ഫുൾ ബോഡി ഇതായിക്കോട്ടെ അല്ലേ. അപ്പോൾ ഞാൻ ഇതിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ എഗ് വൈറ്റും നന്നായിട്ട് നമ്മുടെ ആൻറ്റി ഏജിനെ നമുക്ക് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്കിത് ഇടയ്ക്കിടയ്ക്കിടുന്നത് നല്ലതാട്ടോ. അടിപൊളി സാധനമാണ്. അടുത്ത് ഞാൻ ബോഡിയിൽ യൂസ് ചെയ്യുന്ന പറയുമ്പോഴത്തേക്ക് നമ്മുടെ ക്യാരറ്റ് ഓയിൽ ആട്ടോ. ഇതിൻ്റെ ഇതുണ്ടാക്കുന്ന വീഡിയോ എല്ലാം ഞാൻ ഇട്ടിട്ടുണ്ട്, മുന്നേ ഷോർട്സ് ഇട്ടിട്ടുണ്ട്, അല്ലാതെ ലോങ് വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ക്യാരറ്റ് ഓയിൽ ഞാൻ ഫുള്ള് ബോഡിയിൽ നന്നായിട്ട് മസാജ് ചെയ്ത് പിടിപ്പിക്കും കേട്ടോ. ഡ്രൈ സ്കിന്നൊക്കെ ബെസ്റ്റാണ് ഇതെന്ന് പറയുമ്പോഴത്തേക്ക് നന്നായിട്ട് നമ്മുടെ ഡ്രൈ സ്കിന്നൊക്കെ റിമൂവ് ആക്കി സ്കിന്നൊരു ഗ്ലോ തരാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. 2-3 ദിവസം നമ്മുടെ ആ ഒരു സ്കിന്നിലെ ഗ്ലോ നമുക്ക് നന്നായിട്ട് അത് അങ്ങനെ തന്നെ നിൽക്കും. അപ്പം ഞാൻ നന്നായിട്ട് മസാജ് പിടിപ്പിച്ച് ഒരു 10-20 മിനിറ്റ് ശേഷം നമുക്ക് കുളിക്കാൻ കയറാം കേട്ടോ. ഏകദേശം നമ്മുടെ ഫേസ് പാക്കും എണ്ണയും എല്ലാം നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് നമ്മുടെ ദേഹത്ത്. അതിപ്പോൾ നമുക്ക് കുളിക്കാൻ നമുക്ക് അടുത്ത് കുളിസീനാട്ടോ നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. അപ്പം നമ്മുടെ ഫേസ് പാക്ക് ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. മസാജ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ഒരു ചെറിയൊരു സ്ക്രബ് പോലെ കേട്ടോ ഒന്ന് മസാജ് ചെയ്ത് കൊടുത്ത് ഇത് നന്നായിട്ട് വാഷ് ചെയ്ത് കളയുക. അപ്പോൾ ഒരു സ്ക്രബിൻ്റെ എഫക്റ്റ് നമുക്ക് കിട്ടും. അതിനുശേഷം ഞാൻ യൂസ് ചെയ്യുന്ന ഒരു മൈൽഡ് ഷാമ്പു എന്തെങ്കിലും എടുത്തിട്ട് നമുക്ക് തലയിൽ നന്നായിട്ട് ചെറിയൊരു സ്മെല്ലുണ്ടാകും നമ്മുടെ എഗ് വൈറ്റ് ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് തലയിൽ മസാജ് ചെയ്ത് പിടിപ്പിച്ചിട്ട് നന്നായിട്ട് വാഷ് ചെയ്ത് കളയാം കേട്ടോ. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മസാജ് ചെയ്ത് കളയാം, ഇല്ലെങ്കിൽ വേണ്ട കേട്ടോ. അതാണെങ്കിൽ ഏറ്റവും കുറച്ച് നല്ലതെന്ന് പറയുമ്പോൾ പിന്നെ ഞാൻ ഫേസിൽ യൂസ് ചെയ്യുന്ന പറയുമ്പോഴത്തേക്ക് നമ്മുടെ അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഒരു ഫേസ് വാഷ് കേട്ടോ. നല്ല ഫേസ് വാഷാണ്, അണ്ടർ റേറ്റഡ് എന്നാണ് നമ്മൾ പറയുന്നത്. മിനിമലിസ്റ്റിൻ്റെ ഒരു ഡൂപ്പായിട്ട് വരും, അതിൻ്റെ പാക്കേജ് വരുമ്പോൾ. പക്ഷേ നല്ലൊരു ഫേസ് വാഷും ബാക്കി കാര്യങ്ങൾ അതിൻ്റെ നല്ല ഒരു അഫോർഡബിൾ പ്രൈസിന് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു ബ്രാൻഡാട്ടോ എന്ന് പറയുമ്പോഴത്തേക്ക്. അപ്പോൾ ഞാൻ സോപ്പ് ചെറുതായിട്ടൊരു സോപ്പ് നമ്മുടെ ഓയിലുള്ളേ, അപ്പോൾ അത് ഞാൻ ചെറുതായിട്ടൊന്ന് വാഷ് ചെയ്ത് ബോഡി ഫുള്ള് വാഷ് ചെയ്ത് ഞാൻ കളയത്തില്ല, വാഷ് ചെയ്ത് കളഞ്ഞിട്ട് അപ്പോൾ നമ്മൾ കുളി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ കുളിയും കാര്യങ്ങളും വിളക്കുവയ്ക്കലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ എൻ്റെ ബാത്ത് കെയർ റൊട്ടീൻ വീക്കിലി ഇത് നമ്മുടെ ഫേസ് പാക്ക് വന്നിട്ട് എന്തെങ്കിലുമൊക്കെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. നോർമലി അല്ലാണ്ട് കുളിക്കുമ്പോഴത്തേക്ക് ഏകദേശം ഇതൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പം എൻ്റെ ബാത്ത് കെയർ റൊട്ടീൻ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ വന്നിട്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നാളെ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ബൈ.